മഹാത്മാ മലയൻകാലി പഞ്ചമി എന്ന പെൺകുട്ടിയുമായി എഴുപത്തമ്പലം എന്ന വിദ്യാർത്ഥിയെ തുടർന്ന് നല്ല സമയങ്ങളിൽ അധികം കണ്ടുവരുന്നത് വയനാട് ജില്ലയിലെ ചേരാറിലാണ്. ചേരാറിലെ മുണ്ടപ്പള്ളി, പണിക്കരപ്പടി, കുടുക്കി, വല്ലത്തൂർ, പടൂർ, കരുവള്ളി, കണ്ടർമല എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ കാലാകാലങ്ങളായി കടുവയുടെ വിളയാട്ടം മൂലം ഉറക്കം നഷ്ടപ്പെട്ടവരാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കടുവകളുടെ സ്വൈര്യവിഹാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഈ ജനവാസ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും പേടിക്കുന്നവരാണ് ഇവിടുത്തെ രക്ഷിതാക്കൾ. രാത്രി ഇരുട്ടുന്നതിന് മുൻപേ വീടിനകത്ത് കയറിയിരിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം നിസ്സഹായരായ ജനങ്ങൾ. എന്നാൽ നാളിതുവരെ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ ഉപജീവന മാർഗം നഷ്ടമാകുന്നവരുടെ വാക്കുകൾ ആരും കേൾക്കില്ലെന്ന പരാതി മലയോര കർഷകർക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. മനുഷ്യജീവനും അവന്റെ ഉപജീവന മാർഗത്തിനും ഭീഷണിയാകുമ്പോഴും കാട്ടുമൃഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? വന്യമൃഗങ്ങൾ കാടിറങ്ങാതെ നോക്കേണ്ടത് ആരാണ്? ഇനി അഥവാ കാടിറങ്ങിയാൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരൊക്കെയാണ്? ഈ പ്രശ്നം